ഹായ്, ഇന്ന് നമുക്കിത് ഈ ഒരു വയർ ഹെഡ് ബാൻഡ് കൊണ്ട് ഒരു നല്ല ഭംഗിയുള്ള ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ ഒരു എൻഡ് ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിന് ശേഷം എൻഡ് ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ് ബാൻഡിൽ ഒരു റിബൺ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ വീതി കുറഞ്ഞ ടൈപ്പാട്ടോ ഹെഡ് ബാൻഡ് എടുത്തു. ഇതുപോലെ 1-2 തവണയോ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിൽ കൂടി എൻഡ് ക്യാപ്പ് ഒട്ടിക്കാത്ത സൈഡിൽ കൂടി ഒരു ബീറ്റ്, ഞാനിപ്പോൾ റെഡ് കളറിലെ ബീറ്റ് എടുത്തു. ആ ബീറ്റ് ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് എൻ്റെ വിരലിൽ ഇതുപോലെ റിബൺ ഇട്ടതിന് ശേഷം ഹെഡ് ബാൻഡിലേക്കിട്ടു അതിങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് നേരെയാക്കിയിട്ട് വേണം നമുക്ക് വലിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ? ഇനി അടുത്ത കളർ വൈറ്റ് കളറാണ് ഞാൻ അടുത്തത് ഉപയോഗിച്ചത്. നേരത്തെ ചെയ്ത പോലെ തന്നെ വിരലിലേക്ക് റിബണ്ണെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തു. കണ്ടോ? ഇപ്പോൾ പിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നേരെയാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വലിച്ച് മുറുക്കി കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ബീറ്റും, അടുത്ത ഞാൻ റെഡ് കളർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അടുത്തത് റെഡ് കളറ് ഇതുപോലെ കോർത്തിട്ട് വൈറ്റ് റിബൺ തന്നെ ഇതുപോലെ അങ്ങ് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ലോണം വലിച്ച് നല്ലപോലെ മുറുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഫുള്ളും ഈ ഹെഡ് ബാൻഡ് മുഴുവനും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ ഒരു അറ്റത്തേക്ക് നീക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതങ്ങ് പതുക്കെ നീക്കി കൊടുക്കുക. തിരിഞ്ഞു പോവാതെ നോക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇനി വേറെ രീതി ചെയ്യാം. ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഈ ബീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഒട്ടിയിരുന്നോളും. എന്നിട്ട് നമുക്ക് ഈ റിബൺ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ കയ്യിലിട്ട് ഈ ഹെഡ് ബാൻഡിലേക്കൊന്ന് ആക്കി മുറുക്കി കൊടുക്കാം കേട്ടോ. അടുത്ത ബീറ്റ് ഇടുമ്പോഴും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. കണ്ടില്ലേ? ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളത് റിബൺ കെട്ടി. ഇനി നമുക്കത് ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കി അതിനെ ഒന്ന് ആ സൈഡിലായിട്ട് 2 സൈഡിൽ കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എൻഡ് ക്യാപ്പ് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഭംഗിയുള്ള ഹെയർ ബാൻഡ് റെഡിയായി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.